മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. മെറിൻ, GCC രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസമായി കേൾക്കുമ്പോൾ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അതല്ല. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ടെഹ്റാനെ ലക്ഷ്യമിട്ട് കൂടുതൽ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന് ഈ സാഹചര്യത്തിലും ഇറാൻ ആവർത്തിക്കുന്നത്. അത് സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലും അരക്ഷിതാവസ്ഥ തുടരും എന്നതിന്റെ സൂചനയായി മാറുന്നുണ്ടോ? തീർച്ചയായും അസിത, തുടർച്ചയായ 6ാം ദിവസവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. മാത്രമല്ല ടെഹ്റാന്റെ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 3 വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മേഖലയിൽ ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു എമർജൻസി ഇവാക്വേഷനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ബെയ്റൂത്തിലെ എയർപോർട്ടിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 6ാം ദിവസവും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. തിരിച്ചടിക്കാതെ മറ്റു വഴികളില്ലെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആക്രമണത്തിന് മുമ്പിൽ മറ്റു വഴികളില്ല എന്നും വ്യക്തമാക്കുമ്പോഴും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. നേരത്തെ തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു സമവായ ശ്രമത്തിന് ശ്രമിച്ചിരുന്നു. അതായത് ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. മേഖലയിലെ സമാധാനത്തിന് ഒന്നിച്ചു നിൽക്കണം, ആക്രമിക്കുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നും ഗൾഫ് രാജ്യങ്ങളോട് ഒരു സമാധാന ശ്രമമായി തന്നെ ഇറാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് ഖത്തർ നൽകിയ മറുപടി ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, മേഖലയിൽ നിങ്ങളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ആ ഒരു സമാധാന ശ്രമങ്ങളെ ഖത്തർ തള്ളിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് പറഞ്ഞത് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്ക ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലും എപ്പോഴവസാനിപ്പിക്കണമെന്ന് ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും തീരുമാനിക്കും. അതുവരെ ഈ 2 രാജ്യങ്ങളുടെയും വ്യോമശക്തി ഇറാൻ കണ്ടുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് പീറ്റ് ഹെക്സെത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ ആ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുമെന്ന് തന്നെ കാര്യങ്ങളാണ് വരുന്നത്. മാത്രവുമല്ല യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ യുദ്ധത്തെ തള്ളിപ്പറയുന്നതിൽ അല്ലെങ്കിൽ ഇറാനെതിരായ ആക്രമണങ്ങളെ തള്ളിപ്പറയുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഇറാനുണ്ട്. ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു, അതായത് അയൽ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിനെ തന്നെയാണ് ഇപ്പോൾ അപലപിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. അതേസമയം തന്നെ ഇസ്രായേൽ ടെഹ്റാനിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ടെഹ്റാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നുള്ള വിവരമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാന്റെ മുങ്ങിക്കപ്പൽ, അതായത് IRIS ധേന എന്ന മുങ്ങിക്കപ്പൽ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തെന്നുള്ള വിവരം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. അതിൽ പറഞ്ഞത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു യുദ്ധക്കപ്പൽ തകർക്കപ്പെടുന്നത്. അത് പേർഷ്യൻ ഗൾഫിന്റെ അടിത്തട്ടിലേക്ക് ഇറാന്റെ നേവി അല്ലെങ്കിൽ അത് താഴേക്ക് പോയി, അതിന്റെ അടിത്തട്ടിലേക്ക് പോയി എന്നുള്ള വാർത്തകളാണ് പീറ്റ് ഹെക്സെത്ത് പറഞ്ഞത്. ഇത്തരത്തിൽ കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യയുടെ ക്ഷണപ്രകാരമാണ് ആ ഒരു മിലൻ എന്ന് പറയുന്ന വ്യോമ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോയ ആ ഒരു യുദ്ധക്കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കപ്പലിന് നേരെ ഒരു ആക്രമണം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കരയാക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 6ാം ദിവസവും ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുമ്പോഴും സമവായ ശ്രമങ്ങളോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങളോ കാണുന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രസ്താവന തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പീറ്റ് ഹെക്സെത്തിന്റെ പ്രസ്താവന. എന്തായാലും ഈ ഒരു മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. അസിത.
മെറിൻ, ഇന്നലെ വൈകുന്നേരം വന്ന വാർത്ത തുർക്കിയുടെ വ്യോമ അതിർത്തിയിൽ ഇറാന്റെ മിസൈലുകൾ എത്തിയെന്നും നാറ്റോ അത് തകർത്തു എന്നുമുള്ളതാണ്. ഇതുവരെ ഈ യുദ്ധത്തിൽ ഈ സൈനിക നടപടികളിൽ നേരിട്ട് പങ്കാളികളല്ലാത്ത ഒരു രാജ്യമാണ് തുർക്കി. ഇറാനോട് പലപ്പോഴും വലിയ രീതിയിൽ അനുകൂല സമീപനം സ്വീകരിച്ച ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ രീതിയിൽ വിവേചനരഹിതമായ ആക്രമണം നടത്തുമ്പോൾ അത് അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് മാത്രം ഇറാൻ പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇതിനെ ഇറാൻ ന്യായീകരിക്കാൻ പറ്റുക? നമുക്കറിയാം, ആദ്യ ദിവസങ്ങളിൽ ആദ്യം ഈ ആക്രമണം തുടങ്ങിയപ്പോൾ ഇറാൻ അനുകൂലമായി നിലപാടെടുത്ത പല രാജ്യങ്ങളും പിന്നീട് അതിൽ നിന്ന് മാറിയൊരു സമീപനം എടുത്തത് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങളിലെല്ലാം വ്യാപകമായി ഒരു വിവേചനരഹിതമായ ആക്രമണം അവർ എടുത്തതിന് ശേഷമാണ്. ഇന്നലെ തുർക്കിയിലേക്ക് കൂടി ആ നടപടികൾ വ്യാപിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇറാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇതിൽ ലോക രാജ്യങ്ങളുടെ പ്രതികരണം ഇറാന് കൂടുതൽ എതിരാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നല്ലോ. തീർച്ചയായും ദിൽന, ലോകരാജ്യങ്ങളുടെ പ്രതികരണം കൂടെ ഇപ്പോൾ ഇറാന് എതിരാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തുർക്കി പറഞ്ഞത്, തുർക്കിയുടെ അതിർത്തിയിലേക്ക് വന്ന ആ ഒരു ഇറാന്റെ മിസൈലുകൾ നാറ്റോ അത് പ്രതിരോധിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വന്നത്. അത്തരത്തിൽ ആദ്യമായി തന്നെയാണ് തുർക്കി അത്തരത്തിലൊരു പ്രതികരണവും നടത്തുന്നത്. നേരത്തെ ഇറാനെ അനുകൂലിച്ച രാജ്യങ്ങൾ വരെ ഇപ്പോൾ എതിരാകുന്ന ഒരു സാഹചര്യം കൂടെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നേരത്തെ തന്നെ ഫ്രാൻസും അതുപോലെ തന്നെ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവേൽ മക്രോൺ പറഞ്ഞിരിക്കുന്നത് ഈ ലെബനനിലെ ഈ ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും അതുപോലെ തന്നെ ലെബനൻ പ്രസിഡന്റുമായും ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം എക്സിലൂടെ ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മേഖലയിൽ സമാധാനങ്ങൾ ശ്രമം തുടരണം, അതിന് ഹിസ്ബുള്ളയും തയ്യാറാകണമെന്നും ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. തുർക്കിയും ഈ ഒരു കാര്യത്തിൽ ഇറാന്റെ സൈനിക നീക്കം ഉണ്ടായെന്നുള്ള വിവരം കൂടെ തുർക്കിയും കൂടി പറയുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഒരു സംഘർഷം വ്യാപിക്കുന്ന ഒരു ഘട്ടമാണോ എന്നുള്ള ഒരു ആശങ്കയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം അതിരൂക്ഷമായി തന്നെ 6ാം ദിവസവും തുടരുകയാണ്. ദിൽന, മെറിൻ, ഇതിലിപ്പോൾ നോക്കൂ, ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ ഈ സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അതായത് ലെബനനും കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഇറാന്റെ പ്രോക്സികളാണ് ഇവയൊക്കെയും. അപ്പോൾ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എന്ന നിലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള, സാമ്രാജ്യത്തെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ പിന്നീട് ആ രാഷ്ട്രങ്ങൾ മാറിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നീളുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രോക്സികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവും ഇസ്രായേൽ വലിയ തോതിൽ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹമാസ് ഇറാന് പിന്തുണയുമായി വന്നപ്പോൾ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ അമേരിക്കയും ഇസ്രായേലും നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി കൂടി ഇറാനും അമേരിക്കയും ഈ യുദ്ധ സാഹചര്യത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതുകൂടി വ്യക്തമല്ലേ? അസിത, തീർച്ചയായും അത്തരത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന് മാസങ്ങൾ നീണ്ട ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധ സ്ട്രാറ്റജി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതായത് അവരുടെ എല്ലാം ആകാശത്തിന്റെ മേധാവിത്വം ഞങ്ങൾക്കാണ്, ടെഹ്റാനിലും അതുപോലെ തന്നെ ലെബനനിലും ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറക്കും എന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം 60 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒരു ആക്രമണം നടന്നിരുന്നത്. ഇന്നും അതുപോലെ തന്നെ 3 വലിയ സ്ഫോടനങ്ങളാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്താണെങ്കിൽ 1,00,000 അല്ലെങ്കിൽ കൂടുതൽ സൈനികരെ അങ്ങോട്ട് അയക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. 200ഓളം യുദ്ധവിമാനങ്ങൾ ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ആക്രമണത്തിൽ പങ്കെടുത്തതായിട്ടും സെൻകോം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇറാനെതിരെ ശക്തമായ നീക്കമുണ്ടാകുന്നു, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുമെല്ലാം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതായത് ആ ഒരു ഭരണമാറ്റം എന്ന നിലയ്ക്ക് തന്നെ അവിടെ കാര്യങ്ങൾ നീങ്ങുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. എന്തായാലും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും അതുപോലെ തന്നെ ടെഹ്റാനിലും ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും സംയുക്തമായി മാസങ്ങൾ നീണ്ട ഒരു ആസൂത്രണം എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. പീറ്റ് ഹെക്സേതിന്റെയും അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും പ്രതികരണങ്ങളിൽ നിന്നെല്ലാം, അമേരിക്കയുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം ഇത് വ്യക്തമാകുന്നുണ്ട്. അസിത,
ആ രീതിയിൽ ഒരു ഭാഗത്ത് GCC രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം ഇപ്പോഴും ഇസ്രയേലും ഇറാനും തമ്മിലുണ്ട്. ആ യുദ്ധ സാഹചര്യത്തിൽ വലിയ നേരിട്ടുള്ള ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.